+2 ഇംഗ്ലീഷ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡലാണ് കേട്ടോ. നമുക്ക് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചോദിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഈ കണ്ടൻറ്റ് തന്നെയായിരിക്കും ചോദിക്കുന്നത്, ഈ രീതിക്കായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പാറ്റേൺ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, മീൻസ് നമ്മൾ എഴുതേണ്ട ആൻസേഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PYQs ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ വൺ വേർഡ് സെക്ഷനിൽ ചോദിക്കാനുള്ള മീൻസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യം ഒരു പാസേജ് തന്നിട്ടുണ്ട്, പിന്നെ ഈ പാസേജിൻ്റെ സ്പീക്കർ ആരാണ്? മീൻസ് എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. നൗവെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. നമുക്കറിയാം ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ ഈ ഒരു 3 L's ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ സ്പീക്കർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ക്രിസ്റ്റ്യൻ ലഗാർഡയാണ്. ദെൻ ഹൗ ഈസ് ലേണിംഗ് ഹെൽപ്ഫുൾ ടു വിമൻ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു 2 മാർക്ക് കണക്കാക്കി നമുക്ക് മീൻസ് ഒരു 2-3 സെൻറ്റൻസിൽ എഴുതേണ്ട ഒരു ചോദ്യമാണ്. സോ ദറ്റ് ഈസ് ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിമണിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആണെന്നും, പിന്നെ അവർക്ക് എന്താണ് അവരെ തന്നെ സ്വയം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എക്സ്ക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്ക്ലൂഷൻ്റെ ചങ്ങലെല്ലാം പൊട്ടിച്ച് പുറത്തോട്ട് വരാൻ മീൻസ് എംപവർമെൻറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ വിമനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അവിടെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പാസേജ് തന്നിട്ടതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താണ് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവുമല്ലോ ഇത് വന്നിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. Elaborate the idea of the African adage, if you educate a boy, you train a man. If you educate a girl, you train a village. അല്ലേ, നമുക്ക് ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു ആഫ്രിക്കൻ അഡേഷാണ് അല്ലേ. എന്താണ് നിങ്ങളൊരു ആൺകുട്ടീനെയാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാൻ ജസ്റ്റ് ഒരു മാനിനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതിൻ്റെ മീനിങ് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചു വയ്ക്കുക. പിന്നെ ഞാൻ നോക്കിക്ക് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. In her speech, The 3 L's of Empowerment, Christine Lagarde speaks about 3 different ways of empowering women. അല്ലേ, 3 മാർഗ്ഗങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മീൻസ് എന്താണ് വിമൻ എംപവർമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യൻ വിമൻ ആർ എംപവേർഡ്? ഓക്കെ, ഇന്ത്യയുടെ സ്ത്രീകൾ എംപവേർഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാട്ട് ആർ ദ ചാലഞ്ചസ് വിച്ച് വിമൻ ഓഫ് ദ 21st century ഫേസ്? സജസ്റ്റ് എന്താണ് പോസിബിൾ സൊല്യൂഷൻസ് ഓൾസോ. അപ്പോൾ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സോ അതിന് ചില സൊല്യൂഷൻസ് കൂടി പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് എഴുതേണ്ട ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 8 മാർക്കിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് എഴുതേണ്ട ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഒന്നും നോക്കരുത് കേട്ടോ. കാരണം പല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് പല കൊല്ലങ്ങളിലായിട്ടുള്ളതിൻ്റെ എടുത്തിട്ടാണ് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ വച്ചിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു നോക്കുക. നോക്കിയ എ വിമൻ ഷുഡ് ബി ടു തിങ്സ്, ഹൂ ആൻഡ് വാട്ട് ഷീ വാണ്ട്സ്. സച്ച് സ്ലോഗൻസ് ഹാവ് ബീൻ സെഡ് ആൻഡ് ഗോൺ. സ്റ്റിൽ atrocities against women continue. March 8 Women's Day is first approaching. Write an article on women empowerment, a dire necessity. ഇത് ആക്ച്വലി ജനറലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ മാച്ച് ബോക്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എംപവർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്ലോഗൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി തന്നെ വരികയാണ് അല്ലേ, അതിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ March 8 വിമൻസ് ഡേ ആണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് മീൻസ് നമുക്ക് വിമൻ എംപവർമെൻറ്റ് എ ഡയർ നെസസിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നമ്മളൊരിടത്ത് ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മീൻസ് ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട്, ഈ ഒരു ഹെഡിങ് തന്നെ കൊടുത്തിട്ട്. ഓക്കെ, സോ ഇത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജനറലായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ജനറലായിട്ടുള്ള രീതിയിൽ കുറേ പോയിൻറ്റ്സ് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. ഓക്കെ, The next ചോദ്യം, Christine Lagarde said about the 3 requisites of women empowerment, learning, labor and leadership. Write 4 arguments supporting her.
അപ്പോൾ നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡെ ലേബർ ആൻഡ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് അല്ലേ. വിമൺ എംപവർമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഇത് മൂന്നും വേണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് 4 ആർഗ്യുമെൻറ്റ്സ് നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് വിമൺ എംപവർമെൻറ്റിലോട്ട് നയിക്കുന്നത്, ആ രീതിക്ക് നമ്മൾ 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം 8 മാർക്കിനാണ്. ഐ തിങ്ക് ഇത് 4 മാർക്കിൻ്റെ എന്തോ ചോദ്യമാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, വിമൺ എംപവർമെൻറ്റ് ഈസ് എ റിക്വയറിംഗ് തീം ഇൻ മോഡേൺ writings where women challenge societal norms and break free from the limitations imposed upon them. Write an essay discussing how the theme of women empowerment is presented in the 3 L's of Empowerment, Matchbox and Horrigaloo. ഓക്കെ, അത് നമ്മുടെ ഈ ഒരു 1ാമത്തെ യൂണിറ്റിലെ ഈ 3 ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 3 L's, മാച്ച് ഹൊറിഗലും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് വിമൺ എംപവർമെൻറ്റ് ഈ 3 പാഠങ്ങളിലും എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി നമ്മൾ 3 ചാപ്റ്റേഴ്സിൻ്റെ കണ്ടൻറ് എടുത്താണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത ചോദ്യം ഒരു 8 മാർക്കിന് ഏതോ ഒരു കൊല്ലം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സേ എക്സാമിന്. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ വിതൗട്ട് ഇംപിഡിമെൻറ്റ് ഓർ പ്രിജുഡൈസ് ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. ദ 3 L's will help us to get there. Based on your reading of Christine Lagarde's speech, prepare an essay on how women can realize their true potentials. എങ്ങനെയാണ് സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടെ ഒരു എസ്സേ എഴുതാനാണ് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ക്രിസ്റ്റീൻ ലഗാർഡെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, എന്നിട്ട് അതോടൊപ്പം തന്നെ വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ദെൻ ഓൾസോ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ട് ജസ്റ്റ് നെറ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോയിൻറ്റ്സ് കൂടി കൊടുക്കുമ്പോൾ എന്താണ് ഈ 8 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാർക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. യുവർ ക്ലാസ്, ഓക്കെ, ക്ലാസ് ആണ് കേട്ടോ അവിടെ എൻ്റർ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ഒന്നതാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ക്ലാസ്, യുവർ ക്ലാസ് ഈസ് ഓർഗനൈസിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി. റൈറ്റ് 4 പോയിൻറ്റ്സ് സപ്പോർട്ടിങ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എഡ്യൂക്കേഷനാണ് സൊസൈറ്റീനെ എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ എംപവർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മളപ്പോൾ ഇവിടെ 4 പോയിൻറ്റ്സ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് നമുക്ക് സൊസൈറ്റി എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നു, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് 4 പോയിൻറ്റ്സ് അവിടെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ഇൻസ്പയർഡ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ's സ്പീച്ച് ഓൺ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, സൗഹൃദ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ March 8. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ. ഓക്കെ, നമ്മുടെ സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ് ഓക്കെ ഈ ഒരു സ്പീച്ചൊക്കെ വായിച്ച് ഇൻസ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ അന്ന്. സോ വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു സെമിനാർ എന്ന് പറയുന്നത്. അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് എഴുതേണ്ട ഫോർമാറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററും പ്ലസ് വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ജനറലായിട്ട് വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. എങ്കിലും നമുക്ക് എങ്ങനത്തെ ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചോദ്യം. ഇമാജിൻ ദാറ്റ് യു ബിക്കം എ ടോപ്പർ ഇൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് യു റിയലൈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ മോഡേൺ വേൾഡ്. ഓക്കെ, സിവിൽ സർവീസ് എക്സാമിനേഷൻ നിങ്ങളൊരു ടോപ്പർ ആയപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലായി. യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ജൂനിയേഴ്സ് അറേഞ്ച് എ ഫംഗ്ഷൻ ടു ഓണർ യുവർ സക്സസ്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് യു വുഡ് ഡെലിവർ ഓൺ ദ ഒക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും ജൂനിയേഴ്സൊക്കെ കൂടി നിങ്ങളെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അന്നേരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സ്പീച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്പീച്ച് ചോദിച്ചിട്ടുള്ളത്. കാരണം ക്രിസ്റ്റീൻ ലഗാർഡെയും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു സ്പീച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ജനറലായിട്ട് എഴുതേണ്ട ഒരു സ്പീച്ചാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ചോദ്യം. എ വെബിനാർ ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഓൺ ദ ടോപ്പിക് 21st century ഇന്ത്യൻ വിമൻ ആൻഡ് ദ ചലഞ്ചസ് ദേ ഫേസ് ഇൻ സൊസൈറ്റി. ഓക്കെ, അതായത് ഈ ഒരു ടോപ്പിക്കിൽ
ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തു. മീൻസ് 21st സെഞ്ച്വറിയിൽ ഇന്ത്യൻ വിമൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ചലഞ്ചസും ആൻഡ് അതിനെ പറ്റിയിട്ട്. ഓക്കെ, ഇതേ ഒരു മോഡൽ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. ആസ് എ മെമ്പർ ഓഫ് ദ ക്ലബ് യു ആർ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് ഓൺ ദ ടോപ്പിക്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് യുവർ സ്പീച്ച്. അപ്പോൾ ആ ഒരു ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു സ്പീച്ച് തയ്യാറാക്കുക. ഇന്നത്തെ ടൈമിൽ ഇന്ത്യൻ വിമൻ നേരിടുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു രീതിക്കായിരുന്നു ഇതേ കണ്ടൻറ്റ് അവർ ചോദ്യമായിട്ട് ചോദിച്ചത് അല്ലേ. പക്ഷേ ഇവിടെ വേറെ തന്നെ ഒരു ലെവലിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ കണ്ടൻറ്റ് സെയിം ആണ്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് എങ്ങനെ വേണം ചോദ്യങ്ങൾ അവർ ചോദിക്കാം, പക്ഷേ കണ്ടൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചോദ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ്. സെയ്സ് ക്രിസ്റ്റീൻ ലഗാർഡെ പറഞ്ഞ വാക്കാണ്, മീൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? വിമൻ അവരുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരണം എന്ന് പറഞ്ഞു അല്ലേ. ഡു യു അഗ്രി വിത്ത് ഹർ സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ ദ ഫോം ഓഫ് എ റൈറ്റപ്പ്. അതായത് നിങ്ങൾ ക്രിസ്റ്റീൻ ലഗാർഡയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം യോജിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു റൈറ്റപ്പിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യൂസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് വിമൻ പുറത്ത് വരുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അത് വിമൻ എംപവർമെൻറ്റിലായിട്ടുള്ള തുടക്കമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, റൈറ്റപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് പാരഗ്രാഫ് തിരിച്ച് നമ്മൾ എഴുതി പോയാൽ മതി മാർക്ക് അനുസരിച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ദ റോൾ ഓഫ് എഡ്യൂക്കേറ്റഡ് എംപവേർഡ് വിമൻ ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ. അതായത് ഒരു ശക്തമായ രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുന്നതിൽ എഡ്യൂക്കേറ്റഡും എംപവേർഡും ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പങ്ക് എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എഴുതുമ്പോൾ എഡ്യൂക്കേഷൻ മീൻസ് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയാൽ അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വിടരുത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഈ ഒരു ചാപ്റ്റർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിലെ ക്ലാസ് കണ്ടോ അതോ അല്ലാണ്ട് വേറെ ക്ലാസ് കണ്ടോ എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ക്രിസ്റ്റീൻ ലഗാർഡ് എന്തൊക്കെയാണ് ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വായിച്ചു വയ്ക്കുക. അതായത് വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനൊന്നും വേറെ ഒരിടം പോകണ്ട. ഇപ്പോൾ ഗൈഡോ ലേബറിൻ്റെയോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ജസ്റ്റ് സെർച്ച് ചെയ്താലും കിട്ടും. ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ടല്ലോ ഇതുപോലെ. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള ആൻസേഴ്സൊക്കെ എടുത്ത് വായിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് പറയുമ്പോൾ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആ ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും വേണം. എന്നിട്ട് ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിച്ച് നോക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിവിടെ കാണിച്ച ക്വസ്റ്റ്യൻസ് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർ ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പല രീതിക്കായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക, പക്ഷേ കണ്ടൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും ആ കണ്ടൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഇനി നമ്മുടെ വേറെയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി അമിഗോ ബ്രദേഴ്സിൻ്റെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും വേറെ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. താങ്ക് യു.